ഓർമ്മകളിലൂടെ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം വെള്ളിയാഴ്ച കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ ആചരിക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനവും കെപിസിസിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കും. ജനമനസ്സുകളിൽ ഇന്നും ഓർമ്മയിൽ ജീവിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന കോട്ടയത്തെ പുതുപ്പള്ളി പള്ളിയിൽ വിപുലമായ പരിപാടികളോടെയാണ് ആചരിക്കുന്നത്. രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ 6:30 പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാന നടക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. വിവിധ ഭദ്രാസന മെത്രാപ്പൊലീത്തമാരും സഹകാർമ്മികരായിരിക്കും. തുടർന്ന് 8:15 ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പ്രാർത്ഥനയും 8:30 പള്ളിയോട് ചേർന്നുള്ള പന്തലിൽ പ്രഭാതഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് പള്ളിക്ക് സമീപം തന്നെ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പന്തലിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ കൈമാറ്റവും കെപിസിസിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വീടുകളുടെ താക്കോൽ ദാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്നും കെപിസിസി ഭാരവാഹികൾ അറിയിച്ചു. രാഹുൽജി വരുന്നു. അദ്ദേഹം അനുസ്മരണ സമ്മേളനം ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ആ ചടങ്ങിൽ വെച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 50ഓളം വീടുകൾ കേരളത്തിലെ കുട്ടിക്ക് വെക്കുന്നുണ്ട്, കന്യാകുമാരി ഉൾപ്പെടെ. ആ 50 വീടുകളിൽ 12 വീടുകൾ ആദ്യത്തെ ഘട്ടമായി നൽകുന്ന 12 വീടുകൾ അന്ന് അവിടെ വെച്ച് കൈമാറുന്ന ദിവസം കൂടിയാണ് ഈ 12 വീട്ടുകാർക്ക്. രാവിലെ 9 മണിക്ക് ദേവാലയത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി എത്തിച്ചേരുകയും സാറിൻ്റെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അദ്ദേഹം അനുസ്മരണ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയും ചെയ്യും. രാവിലെ 10 മണിയോടെ രാഹുൽ ഗാന്ധി എത്തുന്നതിനാൽ വിപുലമായ മറ്റു ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും ദേവാലയത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. പരിപാടിയിൽ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ സംസ്ഥാനതലത്തിലും അതിവിപുലമായ പരിപാടികളാണ് കെപിസിസിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. കെപിസിസിയും കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന അനുസ്മരണ പരിപാടിയിൽ 10,000-ഓളം കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുക്കുക. വിശാലമായ പന്തലാണ് പുതുപ്പള്ളി പള്ളി മൈതാനത്ത് ഇതിനായി നിർമ്മിച്ചിരിക്കുന്നത്. ACV ന്യൂസ്, കോട്ടയം.